ഫ്രണ്ട്സ് ഗോൾഡൻ വുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുനേഷ് നിലമ്പൂരാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേർത്തലുള്ള മഞ്ജുനാഥൻ സാറിന് വേണ്ടിയിട്ട് സിറ്റ് ഔട്ടിക്ക് ഇടാൻ വേണ്ടിയിട്ട് 2 സിറ്റ് ഔട്ട് ബെഞ്ച് സെറ്റ് ചെയ്യുന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാൻ അവസരം തന്ന മഞ്ജുനാഥൻ സാറിന് ഒരുപാട് നന്ദി പറയിച്ചുകൊണ്ട് നമ്മളെ വീഡിയോ തുടങ്ങുകയാണ്. നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതേമാതിരി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയുക, നമ്മൾ മാറ്റം വരുത്തുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ മഞ്ജുനാഥൻ സാറിനുള്ള സിറ്റ് ഔട്ട് ബെഞ്ച് അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ഇത് നമ്മളെ ട്രഡീഷണൽ ലുക്കിലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്, വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മോഡലൊക്കെ സാറ് ഇങ്ങോട്ട് അയച്ചു തന്നു, അതേപോലെ തന്നെ ഞാൻ എൻ്റെ മോഡൽ അങ്ങോട്ട് അയച്ചു കൊടുത്തു. അങ്ങനെ ഇങ്ങനെ തീരുമാനമായിട്ട് ഉണ്ടാക്കിയൊരു മോഡലാണ്. ഇത് മൊറോക്കൻ ടൈലാണ്. മൊറോക്കൻ ടൈൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടൈല് കിട്ടാൻ വേണ്ടി നമ്മൾ ഇവിടെ നിലമ്പൂർ പോത്തേല് പറയുന്ന സ്ഥലത്തുണ്ടോ, അത് നിലമ്പൂരിക്ക് തന്നെ 10-22 കിലോമീറ്റർ ഉണ്ട്. അവിടുന്ന് നമ്മൾ ഈ പോത്തുകയിലും നമ്മൾ ഒരു 110 കിലോമീറ്റർ പോയിട്ട് ആണ് നമ്മൾ ഈ ടൈല് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതും നമ്മൾ സാറിന് വീഡിയോ കോൾ ചെയ്തൊക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു ടൈല് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ MRFന്റെ PU ആണ് അടിച്ചിട്ടുള്ളത്. MRFന്റെ PU ആണ് അടിച്ചിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള PU തന്നെയാണ് അടിച്ചിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ക്ലാസിയും കാര്യങ്ങളൊക്കെ പഴയൊരു മോഡലിലാണ് വരുന്നത്. 3.5 കാലാണ് നമ്മൾ ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇതിന്റെ സ്പേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 5 അടി, അതായത് 3 ആക്കി ഇരിക്കാൻ വേണ്ടിയിട്ട് 5 അടി ഉൾഭാഗം നമ്മൾ 5 അടി വീതി ഉള്ളു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഉള്ളിക്കുള്ള സ്പേസ് പറഞ്ഞാൽ 20-21 ഇഞ്ചോളം ഇതിന്റെ ഉള്ളിക്കുള്ള സ്പേസും വെച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെയാണ് ഇത് 3 കാലിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ നിലമ്പൂർ ഫോറസ്റ്റ് തേക്കിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കൂപ്പ് തേക്കല്ല, നാട്ടിൽ കിട്ടുന്ന കൂപ്പ് തേക്കിന്റെ ഇനത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. 100% കാതില്ല നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. അതായത് സാറിന് 100% കാതിൽ വേണം. 4 അടി വണ്ണുള്ള തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സാറിന് ഉണ്ടാക്കിയ എല്ലാ സാധനവും ഒരേ കളറാണ് കേട്ടോ. അതായത് 4 അടി വണ്ണുള്ള തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. 4 അടി വണ്ണുള്ള തേക്കിലാണെങ്കിലും ഇതിന്റെ മുരട് കഷ്ണവും, അതായത് നടുക്കഷ്ണം, തലക്കഷ്ണം ചെറിയ കളർ വ്യത്യാസമൊക്കെ ഉണ്ടാവും കേട്ടോ. ചെറിയ കളർ വ്യത്യാസമൊക്കെ ഉണ്ടാവും. ഇത് സാധാരണ നമ്മൾ 20 ഇഞ്ചൊക്കെ ഉണ്ടല്ലോ, ഇതൊരു 22 ഇഞ്ച് തന്നെ. അതായത് തടിയുള്ള ആളുകൾക്ക് ഇരിക്കാനും കണക്കാക്കിയിട്ട് നല്ല കുറച്ച് വീതി നിങ്ങളൊക്കെ കൂട്ടി നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതായത് കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഫർണിച്ചറുകളിലല്ല ഇതൊന്നും ഉണ്ടാക്കാം കേട്ടോ. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാതെ അടിപൊളിയായിട്ട് ഇരിക്കുക. ചില ആളുകൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്, അതായത് പേഴ്സണലായിട്ട് വാട്സപ്പിലൊക്കെ നിങ്ങൾ ഇട്ട വീഡിയോ എന്താ ഇടുന്നത്, പിന്നെ അതേപോലെ കട്ടിലാണെങ്കിൽ കട്ടിലിൻ്റെ ഒരേ മോഡൽ, പിന്നെ അതേപോലെ തന്നെ സെറ്റ് ആണെങ്കിൽ ഒരേ മോഡൽ. ഇത് നമ്മൾ ഫർണിച്ചറിൽ നമ്മളെ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. സാധനം അടിച്ച് സ്റ്റോക്ക് ചെയ്യുന്ന ഒരു പരിപാടി നമ്മുടെ അടുത്തില്ല കേട്ടോ. അതായത് നിങ്ങൾ എന്താണോ പറയുന്നത്, ഏത് മോഡലാണോ തരുന്നത് വെച്ചാൽ അതിനനുസരിച്ചാണ് നമ്മൾ സാധനം അടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ മഞ്ജുനാഥൻ സാറ് ട്രഡീഷണൽ ലുക്കിലുള്ള ഒരു സെറ്റ് തന്നു, ടേബിൾ തന്നു, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഏതാണോ മോഡൽ ഇഷ്ടം എന്നുള്ളത് കസ്റ്റമൈസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കാറ് കേട്ടോ. അപ്പോൾ നമ്മൾ ആശാരിപ്പണിയുടെ കീഴിലുള്ള എല്ലാ വർക്കും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ജനല്, വാതിൽ, കട്ടില, അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഫർണിച്ചറുകൾ മാത്രമല്ല. അപ്പോൾ നമ്മളെ ഏതെങ്കിലും മോഡൽ നിങ്ങൾക്ക് എവിടെയാണെങ്കിലും നമ്മൾ എത്തിച്ചു കേട്ടോ സാധനം. അതായത് ഒരു ലോഡ് സാധനം അല്ലെങ്കിൽ നമുക്ക് ഒപ്പിന സാധനം നിങ്ങൾ ഓർഡർ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തിച്ചു തരും കേട്ടോ. അത് ഉറപ്പാണ്. അല്ല 1-2 സാധനമാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും പാർസൽ സർവീസ് മുഖാന്തരം നമ്മൾ അവിടെ പാർസൽ ഓഫീസിൽ നമ്മൾ എത്തിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ കയറി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരും. അതുവരെ എല്ലാവർക്കും ബൈ.